ഇന്നലത്തെ ഞങ്ങളുടെ ബാക്കിയുള്ള പണിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്നലത്തെ മഞ്ഞൾ നമ്മൾ മൊത്തം ഇനി കട്ട് ചെയ്ത് കഴുകിയെല്ലാം ക്ലീനാക്കി എടുത്ത് ഇനിയെല്ലാം കട്ട് ചെയ്ത് ഇനി വെയിലത്തിട്ട് ഉണക്കി പൊടിപ്പിക്കണം. അതാണ് നമ്മുടെ ഇനിയുള്ള പണി. നമ്മളിനി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പിന്നി നമ്മുടെ ഇന്നലത്തെ സാധനം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കട്ട് ചെയ്യുന്ന ആള്. നമ്മൾ പൈസയൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നതാണ്. വേണ്ട, ഇന്നലെ കിട്ടിയ മഞ്ഞളാണത്. ഒരു 5 കിലോളം മഞ്ഞളുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ നമ്മളിനി ഇതുപോലെ നമ്മളിതിനെ കുരുകുരുന്നിങ്ങനെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി നമ്മളിതിനെ പൊടിപ്പിക്കും. അതാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ കഴിയുമ്പോൾ മൊത്തം മഞ്ഞളായിപ്പോയി. കട്ട് ചെയ്തിട്ടേ ഒരുപാട് മഞ്ഞളുകളായി. നമ്മളെന്തിനാണെന്നറിയും ഇങ്ങനെ കഴുകി ഇതുപോലെ കഴുകി എടുക്കും, ക്ലീൻ ചെയ്തെടുക്കും. മണ്ണൊന്നുമില്ലാതെ നമ്മൾ എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുരുന്നരിക്കും, വെയിലത്തിട്ട് ഉണക്കും, പൊടിക്കും. അല്ലാതെ ചില ആൾക്കാർ ചെയ്യും, ഇത് പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിക്കും. പക്ഷേ അതിനകത്ത് അതിൻ്റെ സത്തൊക്കെ പോവും, ഗുണമൊക്കെ പോവും, പിന്നെ ഒന്നൊരു ഗുണമില്ലാണ്ടായി പോവും. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണം ഉണ്ടാവും. അതേ ഗുണമേന്മയിൽ തന്നെ നമ്മുടെ സാധനം നമുക്ക് കിട്ടും. ഇത് ഈ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂസിക്ക് വേണ്ടി നമ്മൾ പാലൊക്കെ മേടിക്കും. അത് കുടിച്ച് തീർക്കാനാണ് ഈ ആൾ. പാലൊക്കെ കൊടുത്താണ് നമ്മൾ വളർത്തണത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പട്ടിക്ക് പോലും പാൽ കുടിക്കാൻ പോലും ഇവള് സമ്മതിക്കൂല. അതിൽ പോലും കൈയിട്ട് വരും. നമ്മുടെ സാധനത്തിന് ഗുണം പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വലിയ ഫലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ നല്ല ഉപകാരപ്പെടും. ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ തന്നെ നമ്മുടെ നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്ന മഞ്ഞളിന് നല്ല ഗുണമായിരിക്കും. അത് കേടുകൂടാതെ കാലങ്ങളോളം ഇരുന്നോളും. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.